എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യയും അനിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നവ്യ പറയുന്നുണ്ട്, നന്ദു ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവന്തികമായിട്ടുള്ള വിവാഹം ഈ വീട്ടിലുള്ളവർ ഇത്രയും സ്പീഡാക്കിയത് എന്ന് പറയുമ്പം അതിന് നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, അങ്ങനെ പറഞ്ഞാലും നടക്കത്തൊന്നുമില്ല. ഈ വീടിൻ്റെ കാരണവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതേ മുന്നോട്ട് സംഭവിക്കുള്ളൂ. അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, നന്ദുവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഇവിടെയുള്ളവർ ചെയ്തു വെക്കുന്നത് വലിയൊരു കുരുക്കാണ്. അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലായില്ല എന്ന് നവ്യ പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അവന്തിക അഭിയയുടെ അനീതിയാണ്. അവളുടെ സ്വഭാവം എന്തായിരുന്നു ഇതിനു മുമ്പ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അവൾ കാണിക്കുന്നതെല്ലാം ഒരു അഭിനയമാണോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്. അങ്ങനെ MD ആയ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഈ വിവാഹത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്നതും എന്ന് പറയും. അന്നേരം നവ്യയ്ക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഇനി എനിക്ക് അത് മനസ്സിലാകണ്ടല്ലോ എന്ന് കരുതി നവ്യ പെട്ടെന്ന് പറയുവാണ്, എൻ്റെ അബിക്ക് എന്ത് പ്രശ്നമുണ്ടെന്നാണ് നീ ഈ പറയുന്നത്? ഏതായാലും നിൻ്റെ ചേട്ടനേക്കാൾ ഭേദമാണ് എൻ്റെ അബി എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, നിങ്ങളോട് എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും തുറന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാതെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് നടക്കുന്ന നിങ്ങളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ ഇപ്പം എന്തൊക്കെ സംസാരിച്ചാലും ഏതായാലും നിൻ്റെ ചേട്ടനേക്കാൾ ഭേദമാണ് എൻ്റെ അബി. പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും, കാരണം അയാളുടെ അനിയനാണല്ലോ എന്ന് പറയുമ്പം എനിക്ക് കൂടുതൽ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് മാറി നിൽക്കുന്നു. അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, അബി എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ മനസ്സിൽ നന്ദുവാണ് എന്നും എനിക്കറിയാം. ഈ വീട്ടിലേക്ക് കയറി വരേണ്ടത് എൻ്റെ നന്ദുവാണ്. എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ എല്ലാം അവസാനം നന്ദു തന്നെയായിരിക്കും നിൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ടത് അബിയും അവൻ്റെ അമ്മയുമാണ്. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടാണ് നവ്യ അവിടെ നിന്ന് പോരുന്നത്. എന്നിട്ട് നേരെ റൂമിലേക്ക് വരുന്നു. അന്നേരം അവിടെ അബിയുണ്ട്. അന്നേരം അബിയോട് നവ്യ പറയുവാണ്, ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അനി നിൽപ്പുണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട്. മിക്കവാറും നന്ദുവിൻ്റെ കാര്യം തന്നെയായിരിക്കും. അവനോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നന്ദു ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അവൻ അങ്ങനൊരു വിവാഹത്തിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാകും. അതുവരെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുവാണ്. അത് കേൾക്കുമ്പം അബിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നവ്യ പറയുവാണ്, നന്ദു ഇങ്ങോട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവന്തിക അവനെ വിവാഹം കഴിക്കുന്നതിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾ ഇപ്പോഴും നമ്മളുടെ ശത്രുപക്ഷത്താണ്. അങ്ങനെയുള്ള ഒരാൾ അനിയെ വിവാഹം കഴിച്ചാലത്തെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നുമല്ല, അവന്തിക നമ്മുടെ സൈഡാണ്, അത് നിനക്ക് മനസ്സിലാകിഞ്ഞിട്ടാണ് എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായില്ല. അതുതന്നെയാണ് കാരണം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾ നമ്മുടെ ശത്രുക്കളുടെ കൂടെയല്ലേ നിന്നിട്ടുള്ളൂ, നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഒരു ബുദ്ധിയുള്ള പെൺകുട്ടിയുടെ അഭിനയമായിട്ടങ്ങ് കരുതിയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവന്തിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരവും അഭി പറയുന്നത്, ഞാൻ പറയുന്നത് വിശ്വസിക്കുക, അതാണ് നല്ലത്. അവന്തിക ഒരിക്കലും നമ്മളെ ചതിക്കില്ല എന്ന് പറയുമ്പോൾ അതെന്താടാ, നീ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെക്കുന്നില്ല. ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ടും നീ എന്താ എന്നോട് മറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ്, നീ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, അവന്തിക ഒരിക്കലും ശത്രുപക്ഷത്തല്ല, നമ്മളുടെ ഒപ്പം തന്നെയാണ് എന്ന്. അന്നേരം നവി ഇങ്ങനെ സംശയിച്ച് നോക്കുമ്പം അതെ, അവൾ അയർലൻഡിൽ നിന്നും വന്നതിന് ശേഷം കുറച്ച് നാടകങ്ങളൊക്കെ ഇവിടെ കാഴ്ചവെച്ചിരുന്നു. ആദ്യം അത് കണ്ടപ്പോൾ ഞാനും വിശ്വസിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവൾ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് എന്ന്. ആ ബുദ്ധിയാണ് അവൾ ഇവിടെ പ്രയോഗിക്കുന്നത് എന്ന് പറയുമ്പം നവ്യ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എടുത്ത് ചോദിക്കുവാണ്, അല്ല ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾ ശത്രുപക്ഷത്തല്ലേ നിൽക്കാറുള്ളൂ, നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, അവൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ അവളെ ഈ വീട്ടിലുള്ള എല്ലാവരും സ്നേഹിക്കുന്നത്. അത് അവളുടെ ബുദ്ധിയാണ്. അതുകൊണ്ട് അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവൾ അവനെ വിവാഹം കഴിക്കണം. ഒന്നുമില്ലെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ് അനി. അവൻ MD സ്ഥാനത്ത് എത്തിയതിന് ശേഷം അവൻ്റെ കഴിവ് കൊണ്ടല്ല എങ്കിൽ പോലും ആ കമ്പനി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം കിട്ടുന്നത് അവനുമാണ്. അതുകൊണ്ട് അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. അത് നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുവാണ്, നിനക്ക് അത്ര വിശ്വാസം
വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിവാഹം നടന്നോട്ടെ, ഞാൻ എതിർക്കാനൊന്നും പോകുന്നില്ല എന്ന്. എന്നിട്ട് നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന നീ ഒന്നുകൂടെ ഓർത്ത് വെച്ചോ, ഒരിക്കലും അവൾ അനിയെ വിവാഹം കഴിക്കുകയില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് നവ്യ മനസ്സിലോർക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി എല്ലാവരും, മുത്തശ്ശനും ദേവയാനിയും എല്ലാവരും ഉണ്ട്. പൂജയെല്ലാം കഴിഞ്ഞ് ആരതിയൊക്കെ തൊഴുതതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് വിജയത്തെ കവിഞ്ഞ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത് എന്ന്. എന്നിട്ട് മുത്തശ്ശൻ പൂജാമുറിയിൽ നിന്ന് അങ്ങ് പോയി കഴിയുമ്പം ദേവയാനിയും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, ഈശ്വര, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. മോള് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. പക്ഷേ ജഡ്ജസ് അല്ലേ നല്ല ഡിസൈൻ കണ്ടെത്തുന്നത്, അതിലെന്തെങ്കിലും പാകപ്പിഴ വരുമോ എന്നതാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് പോയി നിൽക്കുന്നു. അന്നേരമാണ് കോമ്പറ്റീഷന് പോകാൻ വേണ്ടി അനി ഇറങ്ങി വരുന്നത്. മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കും. അത് കഴിഞ്ഞ് നയനയെ കൊണ്ട് ഡിസൈൻ വരപ്പിച്ചതിൻ്റെ പേരിൽ വെറുതെ അനിയനെ ഒന്ന് ചൊടിപ്പിക്കും. അനി പോയതിന് ശേഷം മുത്തശ്ശൻ നയനയെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ അനിയോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പോഴും മോളുടെ വിജയം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ, മോൾക്ക് ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നയന, എനിക്ക് ചെറിയ ടെൻഷനുണ്ട് മുത്തശ്ശൻ എന്ന് പറയുമ്പം, പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വരൻ ഇന്ന് നമ്മളോടൊപ്പം നിൽക്കും. അങ്ങനെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളുടെ ശത്രുവിനെ ആദർശിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആർഭാടപൂർവ്വം ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും. വളരെ ശ്വാസമുട്ടലോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ കഴിയുന്നത്, മോളില്ലാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുവേ. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയും രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാകുവാണ്. അബിയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് AN ജ്വല്ലറി വിജയിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അമ്പലത്തിൽ പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന്. അന്നേരം അബി പറയും, ഇല്ല നീ പൊയ്ക്കോ, ഞാൻ ഇവിടുത്തെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചോളാം എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇന്ന് നയന കോമ്പറ്റീഷൻ എത്തും, കൂടെ ആദർശം കാണും, അയാളുടെ മുമ്പിൽ വിജയിച്ച് തലയുയർത്തി പിടിച്ചു വേണം നമുക്ക് അവിടുന്ന് ഇറങ്ങിപ്പോരാൻ, ഈ പ്രാവശ്യം ഒരു ചതി സംഭവിക്കരുത് എന്ന് പറയുമ്പം, ഇല്ല നമ്മൾ വിജയിക്കും എന്ന് തന്നെ പറയുന്നു അബി. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, നമ്മളുടെ കമ്പനി ഇനി എന്നും മുകളിലേക്ക് പോകണം, അതിന് ഈ വിജയം ആവശ്യമാണ്, ഇന്ന് ആ ദുഷ്ടൻ ആദർശ് തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പം അഭി ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് നിൻ്റെ അമ്മ വീണ്ടും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നോ എന്ന്. അന്നേരം അങ്ങനെ അമ്മ ശ്രമിച്ചാൽ തന്നെ ഞാൻ നിന്നു കൊടുക്കുകയല്ലോ, ആ സമയത്ത് ഞാൻ DNA ടെസ്റ്റൊക്കെ നടത്തിയതാണ്, എന്നെ ഡേവിഡ് സാറ് അന്ന് സഹായിക്കുകയും ചെയ്തു, അതിൽ നീ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ, ഇനി പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം അഭി ഒരു കള്ള ചിരിയോടെ ഇങ്ങനെ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പൂജിച്ച് പ്രസാദമൊക്കെ തൊടിയിക്കുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം മൂകാംബികയിൽ പോയി തൊഴണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നവ്യ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ഏതായാലും നവ്യ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നയനയുടെ വിജയത്തിന് വേണ്ടിയാണ്. ഇനി ഒരിക്കലും തിന്മയുടെ മുകളിൽ നന്മ വിജയിക്കരുത്, അതിന് ഈശ്വരന്മാർ എൻ്റെ കൂടെ നിൽക്കണം, ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നാൽ ചുറ്റുവിളക്ക് ഞാൻ നേർന്നിട്ടുണ്ട്, അത് കഴിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ നവ്യ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് നയനയും ആദർശിനെയാണ്. മനസ്സിലുള്ളത് അവരറിയാതിരിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ട് നവ്യ. അന്നേരം ആദർശ് ചോദിക്കും, അനിയത്തി തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണോ വരുന്നത് എന്ന്. അന്നേരം എൻ്റെ കമ്പനി തോക്കാൻ ഞാൻ അനുവദിക്കില്ലല്ലോ, അതിന് സ്വാഭാവികമായിട്ടും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും എന്ന് പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എത്ര കിട്ടിയാലും നീ പഠിക്കുകയില്ല, നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടും നീ ആ കാര്യം വിശ്വസിക്കാതെ അഭിയുടെ കൂടെ തന്നെ നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, എൻ്റെ അഭി ആരാണ് എന്താണ് എന്ന് എനിക്കറിയാം, ഏതായാലും നിങ്ങളുടെ അത്രയും ദുഷ്ടനൊന്നും അല്ല എന്ന് പറയുന്നു. പിന്നെ എന്നും പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കൊമ്പ് കോർക്കുന്നു. അത് കഴിഞ്ഞ് നവ്യ അങ്ങ് പോകാൻ തുടങ്ങുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇപ്പോഴും അനഘ ജീവനോടെ ഉണ്ട്, അവൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം അവൾ തന്നെ നിൻ്റെ മുന്നിൽ വന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമെന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾ പറഞ്ഞ സത്യങ്ങളല്ലേ അവൾ എന്നോട് വന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും പറയാൻ പോകുന്നില്ലല്ലോ, അത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം, അതിന് അവൾ അന്ന് അവൾ നിയമത്തിൻ്റെ സഹായം തേടിയാൽ അന്ന് നിനക്കെല്ലാം മനസ്സിലാവും എന്ന് പറയുന്നു. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ അവൾ അത് തെളിയിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം എന്ന്. എന്നിട്ട് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അങ്ങനെ അനഘ അത് തെളിയിക്കുന്നത് വരെ നിങ്ങൾ തന്നെയാണ് എൻ്റെ കൺമുമ്പിൽ പ്രതിപട്ടികയിൽ എന്ന് പറഞ്ഞിട്ടാണ് നവ്യ പോകുന്നത്. നവ്യ പോയി കഴിയുമ്പം ആദർശിനോട് നയന പറയുവാണ്, ചേച്ചിയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ തർക്കിക്കുന്നത് എന്ന്. എന്തായാലും അവർ അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പം അവരെ നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന നവ്യയെ കാണിക്കുന്നുണ്ട് കേട്ടോ.